ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫ്ലവ് ഫുഡ്സ്. ഇന്ന് ഞാൻ ടോഫു മസാല സ്റ്റിർ ഫ്രൈയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എളുപ്പത്തിൽ അത് വീട്ടിൽ നമുക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാണ് ടോഫു. ഇതിപ്പോൾ 200 ഗ്രാമിൻ്റെ ടോഫു ആണ് എടുത്തിട്ടുള്ളത്. 99 രൂപ വരും ഇതിൻ്റെ. ഇതൊരു വീഗൻ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്യണം. നമുക്കിത് ഇളം ചൂടുവെള്ളത്തിൽ നിന്നും കഴുകി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. ഗ്യാസിൽ ഒരു 4 മിനിറ്റ് വേവിച്ചെടുക്കാം. കഴുകി ഊറ്റി മാറ്റി വെച്ച് ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ പുരട്ടി വെച്ച ഈ ടോഫു ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ടോഫു നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റാം. ഒരു പാൻ വയ്ക്കുക. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ. നന്നായിട്ട് വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് കൊടുക്കാം. തക്കാളി വഴന്ന് വരുമ്പം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച സവാളയും ക്യാപ്സിക്കം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റാം. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ടോഫുവിൽ ഉപ്പിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്, അപ്പോൾ അധികം ആവണ്ട. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്തെടുക്കാം. കശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റും. ക്യാപ്സിക്കം ഉള്ളിയും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ടോഫു ചേർക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കിയെടുക്കാം. നേരത്തെ ഞാൻ ഗരം മസാല ചേർക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളിയുടെ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഞാൻ 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ടോഫു മസാല സ്റ്റിർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലേക്കത് സെർവ് ചെയ്യാൻ മാറ്റാം. ഇത് നല്ലൊരു വീഗൻ ഡിഷാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. താങ്ക് യു.